ഫ്രം ഡൗട്ടേഴ്സ് ടു ബിലീവേഴ്സ്, ഒരു ജനതയെ മുഴുവൻ അയാൾ സംശയാലുക്കളിൽ നിന്നും വിശ്വാസികളാക്കി മാറ്റി. 75-ാം മിനിറ്റിൽ 2 ഗോളിന് പിന്നിട്ട് നിന്നാലും ആ മുഖത്തെ പുഞ്ചിരി മായാറില്ലായിരുന്നു. വിശ്വാസം എന്ന വാക്കിൻ്റെ പരിണാമമായിരുന്നു ക്ലോപ്പ്. ആൻഫീൽഡിൻ്റെ പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്ന നിമിഷങ്ങളിലെല്ലാം ആ വെള്ളക്കുമായ വരകൾക്കപ്പുറം അയാൾ നിലയുറപ്പിക്കുന്നത് ലിവർപൂളിനെ പ്രണയിക്കുന്നവർക്ക് നൽകിയിരുന്നത് വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു. ചുമതലയേറ്റ ആദ്യ പ്രസ് കോൺഫറൻസിൽ തന്നെ 4 വർഷത്തിനുള്ളിൽ മേഴ്സി സൈഡിലേക്ക് കിരീടമെത്തിക്കുമെന്ന് അയാൾ ഉറപ്പു നൽകുമ്പോൾ കടുത്ത ലിവർപൂൾ ആരാധകർ പോലും അതിനോടൊരു നിസ്വാർത്ഥ മനോഭാവം മാത്രമായിരുന്നു വെച്ചുപുലർത്തിയത്. അവിടുന്ന് അങ്ങോട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ അസൂയാവകമായ രീതിയിൽ ലിവർപൂൾ ഉയർത്തപ്പെടുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചു. ഓർഡിനറി പ്ലെയേഴ്സ് എന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്നവർ ലോകം വാഴ്ത്തുന്ന സൂപ്പർ സ്റ്റാർ പരിവേഷത്തിന് അർഹരായി. കാലങ്ങളായി അകന്നുനിന്ന UCL കിരീടവും പ്രീമിയർ ലീഗും ആൻഫീൽഡിൻ്റെ പടികൾ കടന്നെത്തി. യു വിൽ നെവർ വോക്ക് അലോൺ എന്ന ലിവർപൂൾ നഗരം ഒന്നടങ്കം മന്ത്രിച്ചു. യൂർഗൻ ക്ലോപ്പിന് മുൻപും പിൻപുമായി ലിവർപൂൾ ചരിത്രം വിഭജിക്കപ്പെട്ടു. ഒടുക്കം ജനുവരി 26-ാം തീയതി സീസൺ അവസാനത്തോടുകൂടി താൻ ആൻഫീൽഡിൻ്റെ പടികളിറങ്ങുമെന്ന് ഇടറിയ ശബ്ദത്തോടെ അയാൾ പ്രഖ്യാപിക്കുമ്പോൾ ക്ലോപ്പിന് ശേഷമെന്ന യുഗത്തിന് അവിടെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. യൂർഗന്റെ പിന്തുടർച്ചാവകാശിക്കായിട്ടുള്ള അന്വേഷണം ലിവർപൂൾ തുടങ്ങുന്ന നിമിഷം മുതൽ ഏറ്റവുമധികം ഉയർന്നു കേട്ടിരുന്ന പേരുകൾ റൂബൻ അമോറിമിൻ്റെയും സാബി അലൻസോയുടെയും ആയിരുന്നു. അവിടേക്കാണ് ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്നോണം ആർനെ സ്ലോട്ടിൻ്റെ പേരും കടന്നുവരുന്നത്. സ്പെർസിൻ്റെ കോൾ നിരസിക്കുന്നതോടുകൂടിയാണ് സ്ലോട്ടിനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അപ്പോഴും അയാളുടെ പ്ലേയിങ് സ്റ്റൈൽ തികച്ചും അപരിചിതമായിരുന്നു. അഗ്രസീവ് ഹൈ എനർജറ്റിക് ഫുട്ബോൾ ക്ലോപ്പ് എന്ത് ഓഫർ ചെയ്തിരുന്നോ അതുതന്നെയാണ് സ്ലോട്ടും ഓഫർ ചെയ്യുന്നത്. യൂർഗന് കീഴിലുള്ള ലിവർപൂൾ എന്തായിരുന്നുവോ അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ആർനെ ലിവർപൂളിന് നൽകുന്നത്. ഡൈനാമിക് ഡയറക്റ്റ് ഫുട്ബോൾ വിത്ത് എക്സ്ട്രീം യൂട്ടിലൈസേഷൻ ഓഫ് ടാലൻറ്റ്സ്. ആർനെ ഒരിക്കലും ഒരു മികച്ച ടാക്ടീഷ്യൻ അല്ല, മറിച്ച് ഒരു പ്രോപ്പർ സ്ട്രാറ്റജിസ്റ്റാണ്. എഡ്വേർഡും സംഘവും എന്നും വിശ്വസിച്ചിരുന്നത് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന ടെക്നിക്കിൽ ആയിരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയേഴ്സിനു വേണ്ടി പണം വാരിയെറിയുന്നതിനപ്പുറം റോ ടാലൻറ്റുകളും മെട്രിക്സ് നമ്പേഴ്സും ആണവർ സ്കൗട്ട് ചെയ്തിരുന്നത്. റൂബൻ അമോറിമിന് മുകളിൽ ആർനെ വരാനുള്ള കാരണവും അതുതന്നെയായിരുന്നു. താരങ്ങളെക്കാളുപരി ഒരു പ്രൊഫൈൽ സജസ്റ്റ് ചെയ്യുന്ന മാനേജർ. ഡച്ച് ലീഗിലെ സമീപകാല ഗ്ലാമർ ടീമുകളിലൊന്നായ ഫെയ്നൂർദിലും ആർനെ പിന്തുടർന്നിരുന്നത് ഇതേ ഫിലോസഫി തന്നെയായിരുന്നു. ആ ടീമിനെ അയാൾക്ക് പിന്തുടർച്ചയായി കിട്ടിയതോ മണി പവറിൽ വാങ്ങിക്കൂട്ടിയതോ ആയിരുന്നില്ല, മറിച്ച് അയാൾ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. മെയിൻസിലും ബൊറൂസിയയിലും ക്ലോപ്പ് ചെയ്തിരുന്നത് എന്തായിരുന്നോ അതുതന്നെയായിരുന്നു അൽക്കമാറിലും ഫെയ്നൂർദിലും സ്ലോട്ടും ചെയ്തിരുന്നത്. സ്കോട്ട് സീലിംഗിനെ കോച്ചിങ് മികവ് കൊണ്ട് മറികടക്കുക, ഓവർ പെർഫോം ചെയ്യിക്കുക. എത്രയൊക്കെ വർണ്ണിക്കുമ്പോഴും കടുത്ത ആരാധകർ പോലും ഒരു മിഡ് ടേബിൾ സീസൺ മാത്രമായിരിക്കും ഇതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ 4 മത്സരങ്ങളുടെ അവസാനം പലരും മനസ്സിൽ അത് കൺഫേം ചെയ്തതുമാണ്. സ്ക്വാഡിൽ ആകെ നടക്കുന്ന കൂട്ടിച്ചേർക്കൽ ഇഞ്ചുറി പ്രോണായ ഫെഡറിക്കോ കിയേസയുടെ മാത്രമാണ്. സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ബാക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡറും സ്ക്വാഡിന് ഇപ്പോഴും അന്യമാണ്. സ്റ്റിൽ ആർനെ ഈസ് മേക്കിംഗ് ഹിസ് പ്രസൻസ് ഫെൽറ്റ്. ടോപ്പ് 4 മാത്രം സാധ്യമായ ടീമിനെ ടോപ്പ് ടയറിലേക്ക് അയാൾ ഉയർത്തുന്നുണ്ട്. ലിവർപൂൾ ഇപ്പോഴും സ്ക്വാഡ് വൈസിൽ ചെൽസിക്കും താഴെ 4-മതാകുമ്പോഴും കൃത്യമായ ടാക്റ്റിക്കൽ ഐഡന്റിറ്റിയും ഇൻ ഗെയിം ഡിസിഷനും വെച്ച് ആർനെ റിസൾട്ടുകളെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ആദ്യ മത്സരം മുതൽ തനിക്ക് എന്താണോ വേണ്ടത് എന്ന് അറിഞ്ഞാണ് അയാൾ ടീമിനെ ഒരുക്കുന്നത്. അതുപോലെ കളിക്കുന്ന ഓരോരുത്തരും അവരുടെ മാക്സിമം ഔട്ട്പുട്ട് ഇട്ട് കളിക്കുന്നു. ഒടുക്കം 4 ദിവസത്തെ മാത്രം ഗ്യാപ്പിൽ മാഡ്രിഡിനെയും സിറ്റിയെയും ഒരുപോലെ കീഴടക്കി ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും 1-ാം സ്ഥാനത്ത് തുടരുന്നു. യൂർഗന്റെ കെയോസിലേക്ക് ആർനെ തൻ്റെ കൺട്രോൾ കൂടെ കൂട്ടിച്ചേർക്കുന്നു. എന്നത്തെയും പോലെ എഡ്വേർഡ് ഓൺ പോയിന്റ് തന്നെയാണ്. യൂർഗൻ ക്ലോപ്പിൻ്റെ ഒരു പ്രൈം സീസൺ പുനഃസൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ആർനെയിൽ തെളിയുന്നുണ്ട്. യാതൊരു അവകാശവാദങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല. അപ്പോഴും അടുത്ത ഒരു ദശാബ്ദം കൂടിയെങ്കിലും ലിവർപൂൾ മികച്ച രീതിയിൽ പന്ത് തട്ടുമെന്നത് തീർച്ച തന്നെയാണ്.